Yes, one second. Yeah. So, hello everyone. Welcome to Rahil's Academy. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റിസർച്ച് ആപ്റ്റിൽ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് സ്റ്റെപ്സ് ഇൻ റിസർച്ച് അല്ലെ. അതായത് റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നതിന് കൃത്യമായിട്ടുള്ള കുറച്ച് സ്റ്റെപ്സുകൾ ഉണ്ട്. ഓക്കെ, അപ്പൊ ഇത് ഒരു ഒരു റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് സബ്ജക്ട് പഠിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് സ്റ്റെപ്സ് ഇൻ റിസർച്ച് എന്നുള്ളത്. ഇത് നിങ്ങളുടെ ഈ ഒരു നെറ്റിന് മാത്രമല്ല, ഇനി നിങ്ങൾ PhD ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അതുപോലെ നിങ്ങൾ അക്കാഡമിക്കലി എന്തെങ്കിലും റിസർച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് വെറുതെ റാൻഡം ആയിട്ട് റിസർച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ സ്റ്റെപ്സുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, സോ ഈ ഒരു ഭാഗം നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ ക്ലാസ് മൊത്തം കവർ ചെയ്യുക. നോട്ട്സുകൾ ലാസ്റ്റ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തതിന് ശേഷം നമുക്ക് അവിടെ ഡിസ്കസ് ചെയ്യാം. ഫൈൻ. സോ എനിവേ ഐ എം സ്റ്റാർട്ടിംഗ് ദ സെഷൻ. ജസ്റ്റ് ഗിവ് മീ എ സെക്കൻഡ്. ഓക്കെ, സോ യാ, എന്താണ് സ്റ്റെപ്സ് ഇൻ റിസർച്ച് അല്ലേ? സ്റ്റെപ്സ് ഇൻ റിസർച്ചിലൊക്കെ കടക്കുന്നതിന് മുന്നേ ഞാൻ ചെറിയൊരു കഥ പറയാം. ഓക്കെ, പിന്നെ എൻ്റെ വളരെ അടുത്തൊരു പിന്നെ ഒരു ഒരു സുഹൃത്തുണ്ടായിരുന്നു. ഞാൻ പേര് പറയുന്നത് തൽക്കാലം എക്സ് എടുക്കാം. ഓക്കെ, ആ പുള്ളിക്കാരന്റെ പേര് എക്സ് എന്നാണ്. അങ്ങനെ നമ്മൾ വളരെ തിക് ഫ്രണ്ട്സ് ആയിരുന്നു. ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ എന്റെ പ്രായമല്ല കേട്ടോ. പുള്ളിക്കാരൻ ഒരു എന്റെ പിന്നെ ഞാനൊരു ഡിഗ്രി ഒക്കെ പഠിക്കുന്ന സമയത്ത് PGക്ക് മുന്നേ പുള്ളിക്കാരൻ ഒരു 59 അറൌണ്ട് 60 റിട്ടയർഡ് ആയിട്ട് ഉള്ള ഒരു പ്രായമായിരുന്നു. അപ്പൊ അദ്ദേഹം ഗൾഫിലായിരുന്നു. ഏകദേശം ഒരു 23 വർഷം ഗൾഫിലായിരുന്നു. നാട്ടിൽ വന്നു, മകളുടെ കല്യാണം കഴിഞ്ഞു. പിന്നെ അങ്ങനെ വീടൊക്കെ എടുത്തു. അങ്ങനെ അതിന്റെ ചെറിയ ലോണും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ട് ഒരു പ്രതിസന്ധിയിലായിരുന്നു. അങ്ങനെ അപ്പോ ഞാനിങ്ങനെ നിരന്തരം സംസാരിക്കുന്ന സമയത്ത് ഇങ്ങനെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ പിന്നെ ഒരു ദിവസം എനിക്ക് കേൾക്കുന്ന ന്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം പിന്നെ അറ്റാക്ക് വന്ന് മരണപ്പെട്ടു എന്നുള്ള ഒരു ന്യൂസ് ആയിരുന്നു. അപ്പം എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടായി. കാരണം ഒരു മനുഷ്യൻ 23 വർഷം പിന്നെ പ്രവാസ ജീവിതമൊക്കെ കഴിഞ്ഞ് ഒരു സമാധാനമില്ലാതെ ഒരു റിട്ടയർമെന്റ് ലൈഫ് പിന്നെ അനുഭവിച്ച ഒരു വ്യക്തിയായിരുന്നു. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് അപ്പം ഞാനിങ്ങനെ പുള്ളിക്കാരോട് പലപ്പോഴും ചോദിക്കാറുണ്ട്, നിങ്ങൾ അപ്പോൾ നിങ്ങളുടെ പിന്നെ ഈ സേവിങ്സ് ഒക്കെ 23 വർഷം ജോലി ചെയ്തെന്ന് പറയുമ്പോൾ അതിന്റെ സേവിങ്സോ കാര്യങ്ങളോ പിന്നെ അതൊക്കെ എന്തായത്? ഇപ്പൊ നിങ്ങൾ കയ്യിലൊരു എമൗണ്ട് ഉണ്ടാവേണ്ടതല്ലേ. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നെ ഞാൻ അതൊന്നും ആ സമയത്ത് കൺസേൺ ആയിരുന്നില്ല. സേവിങ്സിന്റെ കാര്യങ്ങളൊന്നും ഞാൻ കൺസേൺ ആയിരുന്നില്ല. അതുപോലെ പിന്നെ എന്നെ പോലെ ഒരുപാട് ആളുകൾ പിന്നെ ഇതുപോലെ സേവിങ്സിന്റെ വിഷയത്തിൽ തീരെ അവെയർ അല്ല എന്നുള്ള രീതിയിൽ അങ്ങനെ ഒരുപാട് കോൺവെർസേഷൻ നമ്മൾ ആ ലാസ്റ്റ് സമയത്തൊക്കെ ഉണ്ടാകുന്നുണ്ട്. അങ്ങനെയാണ് എനിക്കൊരു വിഷയം മനസ്സിലായത്. അതായത് നമ്മുടെ നാട്ടിൽ ഇനിയും ഒരുപാട് ആളുകൾ പണം എങ്ങനെ സേവ് ചെയ്യണമെന്ന് കൃത്യമായിട്ട് പഠിച്ചിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് പ്രവാസികളുടെ വിഷയമാണ് കൂടുതൽ കൺസേൺ ആയിട്ടുള്ളത്. കാരണം നാട്ടിലുള്ള സമയത്ത് നമുക്കത് ഏതെങ്കിലും രീതിയിലൊക്കെ പിന്നെ നമുക്കത് കൺട്രോൾ ചെയ്യാൻ ഫാമിലി ആരെങ്കിലുമൊക്കെ ഉണ്ടാകുന്നെങ്കിൽ ഇപ്പൊ പ്രവാസ ജീവിതത്തിൽ നമ്മൾ ചിലപ്പോൾ ഒറ്റക്കുന്ന സമയത്ത് കൺട്രോൾ ചെയ്യാൻ പറ്റണമെന്നില്ല, അല്ലെങ്കിൽ നമുക്കത് എങ്ങനെ കൃത്യമായിട്ട് അലൈൻ ചെയ്ത് പോകാൻ പറ്റണമെന്നില്ല. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, അവിടെ ഒരു സൊസൈറ്റിയിൽ ഒരു പ്രശ്നം മനസ്സിലാക്കി. അതായത് പ്രവാസികളായിട്ടുള്ള ആളുകൾക്ക് പണം കൃത്യമായിട്ട് സേവ് ചെയ്യാൻ പറ്റുന്നില്ല അല്ലെ. അവർക്ക് പണം ശരിക്കും എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, സേവ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാല് ആദ്യം ആ ഒരു പ്രോബ്ലത്തെ ഐഡന്റിഫൈ ചെയ്തു. ഓക്കെ, അപ്പോ റിസർച്ചിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഐഡന്റിഫൈ ദ റിസർച്ച് പ്രോബ്ലം. ഒരു പ്രശ്നം നമ്മുടെ സമൂഹത്തില് നമ്മുടെ ചുറ്റുപാടിലൊക്കെ ഉള്ള ഏതെങ്കിലും ഒരു പ്രശ്നമാണ് എല്ലാ റിസർച്ചിന്റെയും ഒരു തുടക്കം എന്ന് പറയുന്നത്. ഐ ഹോപ്പ് ദ ബിഗിനിങ് ഈസ് ക്ലിയർ. ഓക്കെ, അപ്പൊ ഇവിടെ എന്റെ റിസർച്ച് പ്രോബ്ലം എന്താണ്? മൈഗ്രൻസ് അല്ലെങ്കിൽ നമുക്ക് പറയാം എക്സ്പാട്രിയേറ്റ്സ് ആയിട്ടുള്ള ആളുകളുടെ എന്ത് സേവിങ്സ്, അവരുടെ എന്താണ് ഫിനാൻഷ്യൽ ലിറ്ററസി നമുക്ക് പറയാം അല്ലെ. ഫിനാൻഷ്യൽ ലിറ്ററസി കുറവാണ്. ഓക്കെ, ഈസ് ലോ, ഫിനാൻഷ്യൽ ലിറ്ററസി ഈസ് ലോ. ഇതാണ് എന്റെ പ്രശ്നം. പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്തു. ഓക്കെ, അതിനുശേഷം നമ്മൾ ചെയ്യുന്നത് എന്താണ്? റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ ആണ്. ഓക്കെ, റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എക്സ്പാട്രിയേറ്റ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇതിപ്പോ ഞാൻ എടുക്കുന്നത് ഇന്ത്യയിലെ സിറ്റുവേഷൻ ആണല്ലോ. ഇപ്പൊ ഇന്ത്യയിലുള്ള എക്സ്പാട്രിയേറ്റ്സിന്റെ റിസർച്ച് ആണ് ഞാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ലോകത്ത് വേറെ എവിടെയെങ്കിലും ഇതുപോലെ എക്സ്പാട്രിയേറ്റ്സിന്റെ അല്ലെങ്കിൽ എക്സ്പാട്രിയേറ്റ്സ് എന്ന് പറയുമ്പോൾ മനസ്സിലായല്ലോ, നമ്മുടെ രാജ്യം വിട്ട് വേറെ രാജ്യത്ത് ജോലിക്ക് പോകുന്ന ആൾക്കാർ നമ്മൾ എക്സ്പാട്രിയേറ്റ്സ് എന്ന് പറയും. അപ്പൊ ഇവരുടെ സാമ്പത്തിക സാക്ഷരതയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇതിനു മുന്നേ ഏതെങ്കിലും പഠനം നടന്നിട്ടുണ്ടോ? അതിന്റെ ബുക്സോ ആർട്ടിക്കിൾസോ
അല്ലെങ്കിൽ ഇതുപോലത്തെ റിസർച്ചുകളോ അങ്ങനെ ഏതൊക്കെ ഉണ്ട് എന്നുള്ളത് ഞാൻ മൊത്തമായിട്ട് എന്ത് ചെയ്യും, അതിനെ പഠിച്ചിട്ട് അത് എൻ്റെ എനിക്ക് വായിക്കാൻ പറ്റുന്ന രീതിയിൽ ഞാൻ അത് എന്ത് ചെയ്തു, അത് എൻ്റെ കയ്യിലേക്ക് കൊണ്ടുവരും. ഓക്കെ, അത് കമ്പ്യൂട്ടറിൽ ഞാൻ സേവ് ചെയ്യുന്നതായിരിക്കും, വേറെ ഏതെങ്കിലും രീതിയിൽ ഞാൻ ലൈബ്രറി പോയി റെഫർ ചെയ്യുന്നതായിരിക്കും. ഇതാണ് നമ്മൾ എന്താ പറയാ, റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ എന്ന് പറയാം. ആദ്യം നമ്മൾ ഒരു പ്രശ്നം ഐഡന്റിഫൈ ചെയ്തു. ആ പ്രശ്നം ഇതിനു മുന്നേ ആരെങ്കിലും ഇതുപോലത്തെ പ്രശ്നങ്ങളെ അപ്രോച്ച് ചെയ്തിട്ടുണ്ടോ, അതിന്റെ പേപ്പേഴ്സോ ആർട്ടിക്കിൾസോ ബുക്സോ അങ്ങനെ എന്തെങ്കിലും കണ്ടെത്തുന്ന പ്രോസസ് നമ്മൾ എന്ത് പറയാ, റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഞാൻ റിവ്യൂ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി ചൈനീസിന്റെ ഒരുപാട് സ്റ്റഡികളുണ്ട്. അതുപോലെ തന്നെ സിംഗപ്പൂരിലേക്ക് പിന്നെ മൈഗ്രേറ്റ് ചെയ്യുന്ന മലേഷ്യൻസിന്റെ ഫിനാൻഷ്യൽ ലിറ്ററസിയുമായി ബന്ധപ്പെട്ട ഒരുപാട് സ്റ്റഡികളുണ്ട്. അപ്പൊ ഈ സ്റ്റഡീസ് ഒക്കെ വായിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, എന്റെ സ്റ്റഡികൾ ഒരു ഫ്രെയിം വർക്ക് ചെയ്യാൻ പറ്റുമോ? അണ്ടർസ്റ്റുഡ്. അതാണ് റിവ്യൂ ഓഫ് ലിറ്ററേച്ചറിന്റെ ഇമ്പോർട്ടൻസ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്, ഐഡന്റിഫൈ ദ റിസർച്ച് ഗ്യാപ്സ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ദി എക്സിസ്റ്റിംഗ് നോളജ്. നിലവിലുള്ള നോളജ് മനസ്സിലാക്കാനും റിസർച്ച് ഗ്യാപ്പ്, അതായത് മലേഷ്യൻ എക്സ്പാട്രിയേറ്റ്സ് സിംഗപ്പൂരിൽ പോയ സ്റ്റഡി ഉണ്ട്, ചൈനീസ് എക്സ്പാട്രിയേറ്റ്സ് പോകുന്ന സ്റ്റഡി ഉണ്ട്, പക്ഷെ ഇന്ത്യൻ എക്സ്പാട്രിയേറ്റ്സ് ഇന്ത്യയിൽ നിന്ന് പോയിട്ടുണ്ടാകുന്ന സ്റ്റഡി ഇല്ല എന്ന് ഞാൻ മനസ്സിലാക്കുക. അത് നമ്മൾ റിസർച്ച് ഗ്യാപ്പ് എന്ന് പറയും. അതായത് ആ റിസർച്ച് മുന്നേ നടന്നിട്ടില്ല എന്നുള്ള രീതിയിലാണ് റിസർച്ച് ഗ്യാപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് ഈ പറയുന്ന റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, കോൺസെപ്റ്റ് ക്ലിയർ ആണല്ലോ. ഐഡന്റിഫൈ ദി റിസർച്ച് പ്രോബ്ലം. സെക്കൻഡ് വൺ എന്താണ്, റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ റിവ്യൂ എന്ന് പറയും. ഓക്കെ, നമ്മൾ അതിന് ലിറ്ററേച്ചർ റിവ്യൂ എന്നുള്ള രീതിയിലാണ് പറയാം. ഫൈൻ. പിന്നെ വരുന്നതാണത് ഫോർമുലേഷൻ ഓഫ് ഒബ്ജക്റ്റീവ് ആൻഡ് ഹൈപ്പോത്തിസിസ്. ഹൈപ്പോത്തിസിസ് ഒന്നും ഇതുവരെ അറിയാത്ത ആളുകളോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾ എന്റെ ഹൈപ്പോത്തിസിന്റെ വീഡിയോ കണ്ടിട്ടില്ല. ഞാൻ അതിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിനുശേഷം മാത്രം ഈ പോയിന്റ് കേൾക്കണം. ഞാൻ ആ സീക്വൻസിലാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത്. ഇപ്പോൾ ബിഗിനിങ് മുതൽ കേട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. ഫൈൻ. അപ്പൊ എന്താണ് ഇവിടെ ഫോർമുലേഷൻ ഓഫ് ഒബ്ജക്റ്റീവ് ആൻഡ് ഹൈപ്പോത്തിസിസ്. എന്റെ ഒബ്ജക്റ്റീവ് എന്താണ്, ഇപ്പോൾ ഇന്ത്യയിലുള്ള എക്സ്പാട്രിയേറ്റ്സിന്റെ ഫിനാൻഷ്യൽ ലിറ്ററസി പഠിക്കണം. ഓക്കെ, അവരുടെ എഡ്യൂക്കേഷൻ ഫിനാൻഷ്യൽ ലിറ്ററസിയെ ബാധിക്കുന്നുണ്ടോ, അവരുടെ ഇൻകം ഫിനാൻഷ്യൽ ലിറ്ററസിയെ ബാധിക്കുന്നുണ്ടോ, പിന്നെ അവരുടെ ഫാമിലി സ്റ്റാറ്റസ് അത് ഫിനാൻഷ്യൽ ലിറ്ററസിയെ ബാധിക്കുന്നുണ്ടോ, അങ്ങനെ ഒരുപാട് ഹൈപ്പോത്തിസും ഒരുപാട് ഒബ്ജക്റ്റീവ്സും ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ അവിടെ സെറ്റ് ചെയ്യാണ്. ഓക്കെ, ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ് ഞാൻ എന്ത് ചെയ്യണം, അവിടെ സെറ്റ് ചെയ്യാണ്. ഫൈൻ. ഒബ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ മനസ്സിലായാലും ഒരു എയിം ഞാൻ ഓക്കെ എനിക്ക് പഠിക്കേണ്ടത് ഇതാണ്. ഹൈപ്പോത്തിസിസ് എന്ന് പറയുമ്പോൾ എന്റെ വേരിയബിൾസ് ഇതൊക്കെയാണ്. ഓക്കെ, ഇതാണ് ഈ പറയുന്ന ഫോർമുലേഷൻ ഓഫ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ വരുന്നതാണ് റിസർച്ച് ഡിസൈൻ. റിസർച്ച് ഡിസൈൻ എന്ന് പറയുമ്പോൾ ഒന്നുമില്ല, ഞാൻ എന്ത് ചെയ്യണം, ഇപ്പോൾ നമ്മൾ എങ്ങനെയാണ് റിസർച്ച് കണ്ടക്ട് ചെയ്യുക, നമ്മൾ എന്ത് ചെയ്യുന്നു, ഞാൻ എന്ത് ചെയ്യും, ഈ പറയുന്ന GCC കൺട്രീസിലുള്ള എക്സ്പാട്രിയേറ്റ്സിന്റെ അടുത്ത് ഞാൻ എന്ത് ചെയ്യുന്നു, അവരോട് ഓരോ ചോദ്യങ്ങൾ ചോദിക്കും. നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ടിനെ പറ്റി അറിയോ? അവർ പറയും ഇല്ല. ചിലയാൾ പറയും അറിയാം, ചിലയാൾ പറയും നന്നായിട്ട് അറിയാം. പിന്നെ ഞാൻ ചോദിക്കും, നിങ്ങൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന സേവിങ്സ് ഏതാണ്? ഇപ്പൊ ചിലയാൾ പറയും സേവിങ്സ് അക്കൗണ്ട് ആണ്, ചിലയാൾ പറയും പിന്നെ സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്, ചിലയാൾ ബിറ്റ് കോയിൻ ഇൻവെസ്റ്റ്മെന്റ്. അപ്പൊ ഞാൻ അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കണം. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം, ആദ്യം ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യണം, ഡിസൈൻ ചെയ്യണം, ക്വസ്റ്റ്യൻ ഡിസൈൻ ചെയ്യണം. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യണം, ആളുകളിലേക്ക് എന്ത് ചെയ്യണം, ഗൂഗിൾ ഫോം വഴി ഞാൻ എന്ത് ചെയ്യണം, ഇത് പാസ് ചെയ്യണം. എന്നിട്ട് ഞാനൊരു മിനിമം ഓഫ് 384 ആളുകളിൽ നിന്നെങ്കിലും ഞാൻ എന്ത് ചെയ്യണം, ഈ പറയുന്ന ആൻസേഴ്സ് കളക്ട് ചെയ്യണം. ഇത് റൂൾ ആട്ടോ. 384 എന്നുള്ളത് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിന്റെ സാമ്പിൾസിന്റെ മിനിമം ക്രൈറ്റീരിയ ആണ്. ഓക്കെ, അതുപോലെ തന്നെ ഇവരുടെ ഏത് ഏജിലുള്ള ആളുകളുടെ നിന്നാണ് ഞാൻ കളക്ട് ചെയ്യേണ്ടത്. ഇതിനാണ് നമ്മൾ എന്താ പറയാ, റിസർച്ച് ഡിസൈൻ. ഞാനൊരു ഫ്രെയിം വർക്ക് ഉണ്ടാക്കും. എന്റെ റിസർച്ച് എക്സിക്യൂട്ട് ചെയ്യാൻ കേട്ടോ, പ്ലാനിങ് അല്ല, എക്സിക്യൂഷൻ. ഇവിടെ നടക്കുന്നത് എന്താണ്, എക്സിക്യൂഷൻ ആണ് അല്ലെ. ഇവിടെ വരെയൊക്കെ എന്തായിരുന്നു, പ്ലാൻ ആയിരുന്നു, ഒബ്ജക്റ്റീവ് വരെ പ്ലാനിങ് ആയിരുന്നു. ഇവിടെ എന്താണ്, അത് നമ്മൾ പ്രാക്ടിക്കലായിട്ട് എക്സിക്യൂട്ട് ചെയ്യാണ്. ആ എക്സിക്യൂഷന്റെ ഭാഗത്ത് അത് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യണം എന്ന് പറയുന്നതാണ് റിസർച്ച് ഡിസൈൻ എന്നുള്ള ആ ഒരു ഭാഗത്ത് എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. ഇതാണ് എന്ത്, ഇതിന്റെ 4ാമത്തെ സ്റ്റെപ്പിൽ വരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, റിസർച്ച് ഡിസൈൻ എന്നുള്ളത്. ഓക്കെ, ഐ ഹോപ്പ് ദ കോൺസെപ്റ്റ് ഈസ് ക്ലിയർ. ഓക്കെ, സംശയം ഉണ്ടാക്കാനൊന്നുമില്ല, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളേ ഉള്ളൂ. ഓക്കെ, പിന്നെന്താണ് ഡാറ്റ കളക്ഷൻ അല്ലെ. റിസർച്ച് ഡിസൈൻ ഉണ്ടാക്കിയപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അതിനുശേഷം ഡാറ്റ കളക്ട് ചെയ്തു. ഓക്കെ, ഡാറ്റ കളക്ഷൻ നമുക്ക് 2 തരത്തിൽ, പ്രൈമറി ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് സെക്കൻഡറി ആയിട്ടുള്ള സോഴ്സുകൾ ഉണ്ട്. ഓക്കെ, പ്രൈമറി സോഴ്സ് എന്ന് പറയുമ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്, ഫസ്റ്റ് ഹാൻഡ് ഡാറ്റ. ഫസ്റ്റ് ഹാൻഡ് ഡാറ്റ എന്ന് പറയുമ്പോൾ തന്നെ പേര് നിങ്ങൾക്ക്, ഫസ്റ്റ് ഹാൻഡ് സെക്കൻഡ് ഹാൻഡ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നല്ലേ. ഫസ്റ്റ് ഹാൻഡ് കാർ എന്ന് പറയുമ്പോൾ എന്താണ്, ഷോറൂമിൽ പോയിട്ട് ഡയറക്റ്റ് കാർ വാങ്ങാണ്. സെക്കൻഡ് ഹാൻഡ് എന്ന് പറയുമ്പോൾ എന്താണ്, ആരെയോ ഉപയോഗിച്ച കാറ് ഞാൻ പോയിട്ട് എന്ത് ചെയ്യാണ്, അത് വാങ്ങിക്കുകയാണ്. അതേപോലെ തന്നെ ഫസ്റ്റ് ഹാൻഡ് ഡാറ്റ എന്ന് പറയുമ്പോൾ ഞാൻ GCC കൺട്രീസിലെ എക്സ്പാട്രിയേറ്റ്സിനെ പിന്നെ മെസ്സേജ് അയച്ച് അവരുടെ നിന്ന് ഡയറക്റ്റ് വാങ്ങിക്കുകയാണ്. സെക്കൻഡറി ഡാറ്റ എന്ന് പറയുമ്പോൾ എന്താണ്, മുന്നേ ആരോ കളക്ട് ചെയ്ത ഡാറ്റ എന്റെ റിസർച്ചിന് ഞാൻ യൂസ് ചെയ്യാണ്. ഓക്കെ,
അപ്പൊ ഡാറ്റ കളക്ഷൻ ഞാൻ ഇവിടുത്തെ എന്റെ സിറ്റുവേഷൻ ഞാൻ എന്താണ് പ്രൈമറി ഡാറ്റ ആണ് എനിക്ക് വേണ്ടത്. നമ്മളവിടെ സർവേ, ഇന്റർവ്യൂ, ക്വസ്റ്റിനെയർ, ഓക്കെ, അങ്ങനെ നമുക്ക് എന്താണ് നമ്മുടെ ഓരോ റിസർച്ചിന്റെ അടിസ്ഥാനത്തിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓരോ മെത്തേഡ് യൂസ് ചെയ്യാം. ക്വസ്റ്റ്യനർ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ് ഇത് നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിൽ യൂസ് ചെയ്യുന്നതാണ്. ഇന്റർവ്യൂസ് പൊതുവേ എന്താണ് ക്വാളിറ്റേറ്റീവിലാണ്. ഓക്കെ, എന്തുകൊണ്ടാണ് ക്വാളിറ്റേറ്റീവിൽ ഇന്റർവ്യൂസും എന്തുകൊണ്ടാണ് ക്വാണ്ടിറ്റേറ്റീവിൽ ക്വസ്റ്റ്യനർ എന്നുള്ളത് ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറഞ്ഞ വീഡിയോയിലിട്ട് ഞാൻ പ്രൊമോട്ട് ചെയ്യാം കേട്ടോ. കാരണം എന്താ പറയുക, ഞാൻ പറഞ്ഞു തുടങ്ങിയാൽ പിന്നെ ഇതിങ്ങനെ ക്വാളിറ്റേറ്റീവിലേക്ക് എത്തും. അതാണ് പ്രശ്നം. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അപ്പോൾ ഇത് ഓൾറെഡി കേട്ട് എനിക്ക് ഭയങ്കര മടുപ്പുണ്ടാവും. അതുകൊണ്ടാണ് പറയുന്നത് ആ വീഡിയോ കണ്ടിട്ട് ഇത് കണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. എന്താ വേഗം മനസ്സിലാവും നിങ്ങൾക്ക് ക്വാളിറ്റേറ്റീവ് എന്തുകൊണ്ടാണ് ഇന്റർവ്യൂവിൽ, ക്വാണ്ടിറ്റേറ്റീവ് എന്താണ് ക്വസ്റ്റ്യനറിൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഓക്കെ, പിന്നെ വരുന്നതാണ് ഡാറ്റ പ്രോസസ്സിംഗ് ആൻഡ് അനാലിസിസ്. ഓക്കെ, ഡാറ്റ പ്രോസസ്സിംഗ് എന്ന് പറയുമ്പോൾ ഞാനിപ്പം 384 അടുത്തും ഡാറ്റ കളക്ട് ചെയ്ത് കഴിഞ്ഞ് 20 ക്വസ്റ്റ്യൻസ് ആണ് ഓരോ ആളുകളുടെ അടുത്തുനിന്നും ഞാൻ ചോദിക്കുന്നത്. അപ്പൊ എന്താണ് ചിലപ്പോൾ ചില ആളുകൾ 18 ക്വസ്റ്റ്യൻ ഫില്ലാക്കിയിട്ടുണ്ടാവും, ചില ആളുകൾ 20 മൊത്തം തെറ്റിയിട്ട് ഉത്തരന്നിട്ടുണ്ടാവും. ഓക്കെ, അങ്ങനെ ഫുൾ ജുഗാഡായിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഡാറ്റാസ് മൊത്തം എന്തായിരിക്കും, ക്ലംസി ആയിരിക്കും. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം, അതിനെ ക്ലീൻ ചെയ്യണം. ഓക്കെ, അതിനുശേഷം ഡാറ്റാസിനെ കോഡ് ചെയ്യണം. ഓക്കെ, അങ്ങനെ ഒരുപാട് പ്രോസസ്സ് ഇവിടെ നടക്കുന്നുണ്ട്. അത് നമ്മൾ യൂസ് ചെയ്യും. ഞാനിപ്പോൾ പറയുന്നത് PLSM എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ ആണ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ സോഫ്റ്റ്വെയറിൽ നമുക്ക് ഈ ഡാറ്റ എക്സ്പോർട്ട് ചെയ്യണം. ഈ എക്സ്പോർട്ട് ചെയ്തതിന് ശേഷം നമ്മൾ അതിനെന്താണ് ഓരോ ഓപ്ഷനും നമ്പർ കൊടുക്കണം. ഇപ്പോൾ ഞാൻ 5 ഓപ്ഷനാണ് കൊടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പം ഫോർ എക്സാമ്പിൾ എഗ്രി, നോട്ട് എഗ്രി, ഡിസ്എഗ്രി, പിന്നെ അങ്ങനെ ഓരോ ഓപ്ഷൻസ്, അങ്ങനെ 5 ഓപ്ഷൻസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ റെസ്പോൺസിൽ ഞാൻ കോഡ് ചെയ്യണം. 1, 2 എന്ന് പറഞ്ഞ നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്യണം. അങ്ങനെ കുറേ പരിപാടികൾ ഉണ്ട് ഇതിൽ. അതാണ് ഡാറ്റ പ്രോസസ്സിംഗ് ആൻഡ് അനാലിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾ അത് അധികം ഇൻഡെപ്തിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല, നിങ്ങൾ റിസർച്ച് സ്കോളേഴ്സ് ഒന്നും അല്ല. ഓക്കെ, ഇനി അത് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ എനിക്ക് എന്നോട് ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ ഇതാണെന്ത് ഡാറ്റ പ്രോസസ്സിംഗ് ആൻഡ് അനാലിസിസ് എന്ന് പറയും. ഓക്കെ, അപ്പൊ ഇതുവരെയുള്ള കോൺസെപ്റ്റ് ക്ലിയർ ആണല്ലോ. ഇതുവരെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. പിന്നെ വരുന്നതാണ് എന്ത്, ഇന്റർപ്രിട്ടേഷൻ ഓഫ് റിസൾട്ട്. നമ്മുടെ റിസൾട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇന്റർപ്രിറ്റ് ചെയ്യണം. ഓക്കെ, അതായത് എന്റെ സ്റ്റഡിയിലൂടെ ഞാൻ പഠിച്ചു, അതായത് ഇൻകം കൂടുതൽ ഉള്ള ആളുകളുടെ ഫിനാൻഷ്യൽ ലിറ്ററസി കൂടുതലാണ്, ഇൻകം കുറവുള്ള ആളുകളുടെ ഫിനാൻഷ്യൽ ലിറ്ററസി കുറവാണ്. അപ്പോൾ ഗവൺമെന്റ് എന്ത് ചെയ്യണം, ഇൻകം കുറവുള്ള എക്സ്പാട്രിയേറ്റ്സിന് വേണ്ടിയിട്ട് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യണം. ഒരു ഫൈൻഡിങ്സ്, ഒരു ഇന്റർപ്രിട്ടേഷൻ ഓഫ് റിസൾട്ട്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ എന്താണ്, അങ്ങനെ നമുക്ക് നമ്മുടെ റിസർച്ച് ഒബ്ജക്റ്റീവിൽ എന്തൊക്കെയാണോ കണ്ടിട്ടുള്ളത് അതൊക്കെ നമ്മൾ എന്ത് ചെയ്യാണ്, ഫൈൻഡിങ്സിലൂടെ കാണിച്ചു കൊടുക്കുകയാണ്. ഇതാ എൻ്റെ ഒബ്ജക്റ്റീവ് ഇങ്ങനെയായിരുന്നു, എൻ്റെ റിസൾട്ടിലൂടെ എനിക്ക് ഇതാണ് കിട്ടിയിട്ടുള്ളത്. അതാണ് ഇന്റർപ്രറ്റ് ചെയ്യുക. റിസൾട്ടിനെ നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്യുക. ഓക്കെ, എക്സ്പ്ലെയിൻ ദി മീനിങ് ഓഫ് ദി അനലൈസ്ഡ് ഡാറ്റ. നമ്മുടെ ഡാറ്റയുടെ മീനിങ് നമ്മൾ എന്ത് ചെയ്യാണ്, അവിടെ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. ഓക്കെ, റിലേറ്റ് ഫൈൻഡിങ്സ് ടു ദി റിസർച്ച് ഒബ്ജക്റ്റീവ് ആൻഡ് ഹൈപ്പോത്തിസിസ്. നമ്മുടെ ഫൈൻഡിങ്സ് എന്താണ്, റിസർച്ച് ഒബ്ജക്റ്റീവുമായിട്ടും ഹൈപ്പോത്തിസുമായിട്ടും നമ്മൾ എന്ത് ചെയ്യാണ്, അത് കണക്ട് ചെയ്യുകയാണ്. ഓക്കെ, അണ്ടർസ്റ്റുഡ്, കണക്ട് ചെയ്യുകയാണ്. ലാസ്റ്റ് വൺ എന്താണ്, റിപ്പോർട്ട് റൈറ്റിംഗ്. നമ്മൾ കണ്ടുപിടിച്ച എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു റിസർച്ച് പേപ്പറിന്റെ രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യാണ്, എഴുതുകയാണ്. ഇൻട്രൊഡക്ഷൻ, ലിറ്ററേച്ചർ റിവ്യൂ, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, എഴുതണം. ഓക്കെ, ഇൻട്രൊഡക്ഷൻ എഴുതണം, ലിറ്ററേച്ചർ റിവ്യൂ, ഒബ്ജക്റ്റീവ്, ഹൈപ്പോത്തിസിസ്, മെത്തഡോളജി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സ്ട്രക്ചർ രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യാണ്, റിസർച്ച് പേപ്പർ നമ്മൾ എഴുതുകയാണ്. ഇതാണ് സ്റ്റെപ്സ് ഇൻ റിസർച്ചിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റ്സുകൾ. വലിയ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നുമല്ലേ, ടോട്ടൽ 8 പോയിന്റ്സുകൾ ഉണ്ട് അല്ലേ. ഐഡന്റിഫൈ റിസർച്ച് പ്രോബ്ലം, റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ, ഫോർമുലേഷൻ ഓഫ് ഒബ്ജക്റ്റീവ് ആൻഡ് ഹൈപ്പോത്തിസിസ്, റിസർച്ച് ഡിസൈൻ, ഡാറ്റ കളക്ഷൻ, ഡാറ്റ പ്രോസസിംഗ്, ഇന്റർപ്രിട്ടേഷൻ ആൻഡ് റിപ്പോർട്ട് റൈറ്റിംഗ് ആൻഡ് കൺക്ലൂഷൻ. ഓക്കെ, ഇതൊക്കെയാണ് അപ്പൊ എന്ത് സ്റ്റെപ്സ് ഇൻ റിസർച്ചിൽ വരുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കോൺസെപ്റ്റുകൾ. ഓക്കെ, സോ ഐ ഹോപ്പ് ദ കോൺസെപ്റ്റ് ഈസ് ക്ലിയർ ആൻഡ് കൺസൈസ്. അപ്പോൾ എന്തെങ്കിലും സംശയമുള്ളവർക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ മോക്ക് ടെസ്റ്റുകൾ ഡെയിലി കൊടുക്കുന്നുണ്ട്. ഡെയിലി 5 മോക്ക് ടെസ്റ്റുകൾ വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഗ്രൂപ്പിൽ നമ്മൾ ഫോർവേഡ് ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഐ പിൻ ദി ഗ്രൂപ്പ് ലിങ്ക് ഇൻ ദി കമന്റ് ബോക്സ്. ഓക്കെ, യാ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേസ് സെഷൻ. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടിൽ ദെൻ, ബൈ.